ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, നമ്മൾ എല്ലാ ആഴ്ചയിലും കുട്ടികൾക്ക് പൗപ്പത്ത് ക്വസ്റ്റ്യൻസ് ക്വിസ് ക്ലബിന്റെ ഭാഗമായിട്ട് കൊടുക്കാറുണ്ട്. അങ്ങനെ ഒരു മാസം 40 ക്വസ്റ്റ്യൻസ് എത്തിക്കഴിയുമ്പോൾ അതിന്റെ ഒരു ക്വിസ് മത്സരം നമ്മൾ ഇന്ന് ഇവിടെ ആ ഒരു ശീലത്തിന് തുടക്കമിടുവാണ്. അപ്പൊ ഇതിന് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിന് നമ്മളൊരു പേരൊക്കെ നിശ്ചയിച്ച് അതിന്റെ ഒരു പോസ്റ്റർ അത് റിലീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 90കളിൽ നമ്മുടെ ഇടവകയുടെ വികാരിയായിരുന്ന എത്രയും ബഹുമാനപ്പെട്ട ഐസക് പി ഡേവിഡ് അച്ഛനെ ഏറ്റവും ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. സ്നേഹമുള്ള കുഞ്ഞുങ്ങളെ, വളരെ സന്തോഷമുള്ള ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. കുട്ടികൾക്ക് ബൈബിള് വായിക്കാൻ പഠിക്കാൻ തക്കവിധം വളരെ നല്ലൊരു പ്രോഗ്രാം നിങ്ങൾക്ക് എല്ലാവരും ആലോചിച്ച് ഇവിടെ തുടക്കം കുറിച്ചു. ഓരോ സൺഡേ സ്കൂൾ ഇടങ്ങളിലും 10 ചോദ്യങ്ങൾ കിട്ടുന്നു. അതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. ഓരോ മാസത്തിലെയും ഒരു ഞായറാഴ്ച അതായത് 40 ചോദ്യങ്ങളുണ്ട്. കുട്ടികൾക്ക് കിട്ടുകയും ഒരു ഉത്തരമാണ്. നിങ്ങൾ ബൈബിൾ നോക്കി പഠിച്ച് മനസ്സിലാക്കി കഴിയുമ്പോൾ ഒരു ക്വിസ് കോമ്പറ്റീഷൻ ഇവിടെ നടക്കുകയും ചെയ്യും. വളരെ നല്ലൊരു കാര്യമായിട്ടാണ് ഇതിലേക്ക്. കാരണം ഇന്ന് ബൈബിൾ വായനയിൽ നിങ്ങളുടെ മാത്രമല്ല പ്രായമുള്ളവരും വളരെ പുറകിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്. ഇന്ത്യക്ക് പലരും ബൈബിൾ വായിക്കുന്നുണ്ടെങ്കിലും അധികം കുട്ടികളും ഇംഗ്ലീഷ് മീഡിയം ആയതുകൊണ്ട് മലയാളം ബൈബിൾ വായിക്കണം ആരോഗ്യ ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ പേരൻസ് പലപ്പോഴും ഇംഗ്ലീഷ് ബൈബിൾ വീട്ടിൽ ലഭിക്കുന്നുമില്ല. അപ്പോൾ നമ്മൾ പിടിച്ച സങ്കീർത്തനത്തിൻ്റെ ഏതെങ്കിലും പ്രത്യേക വർഷം വായിച്ച് അങ്ങനെ ബൈബിൾ വായിച്ചു എന്നുള്ള ഒരു സന്തോഷത്തിൽ കുട്ടികളായിത്തീരുന്ന സാഹചര്യമാണ് പല കുടുംബങ്ങളിലുള്ളത്. ഇത് ഈ പ്രോഗ്രാം നമ്മുടെ പള്ളിയിൽ ആരംഭിക്കുന്നതോടുകൂടി നിങ്ങൾക്ക് നിർബന്ധമായും നിശ്ചിത ആവശ്യത്തിൽ വായിക്കാനും പഠിക്കാനും അങ്ങനെ ബൈബിൾ വായന നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാകുവാൻ തക്കവിധം ഇടയാകും എന്നുള്ളതാണ് ഇതിൻ്റെ സവിശേഷതയായി ഞാൻ കാണുന്നത്. സമാരംഭിക്കുന്ന ഈ പ്രോഗ്രാമിന് എല്ലാ ആശംസകളും ഞാൻ തരികയാണ്. ഇതിൻ്റെ ടൈറ്റിലായിട്ട് കൊടുത്തിരിക്കുന്നത് മഹീറോ, MAHIRO, മഹീറോ എന്ന നല്ലൊരു പേരാണ്. അതിന് പേരില്ലാത്ത ഒരാളുകൂടി ഈ ഒരു ഈ ടൈറ്റില് നിങ്ങളെല്ലാവരുടെ ലോകത്തോട് ഞാനിവിടെ റിലീസ് ചെയ്യും. താങ്ക് യു അച്ഛാ. അച്ഛനിവിടെ വളരെ അപ്രതീക്ഷിതമായിട്ട് വന്നെങ്കിലും ഞങ്ങളുടെ സൺഡേ സ്കൂളിന്റെ ഈ ഒരു ആവശ്യം പ്രമാണിച്ച് അച്ഛനിവിടെ സമയം സ്പെൻഡ് ചെയ്തതിനും
ഈ ഒരു ടൈറ്റിൽ പ്രകാശനം ചെയ്തതിനും നമ്മുടെ സെന്റ് ജോൺസ് ചെറിയപള്ളി സൺഡേ സ്കൂളിന്റെ പേരിലുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. അപ്പൊ ഇന്ന് മുതൽ ഈ മാഹിറോ ചലഞ്ച്, അതിന്റെ പേര് പ്രാവീണ്യമുള്ളവൻ എന്നാണ് അതിന്റെ അർത്ഥം. നമ്മുടെ അച്ഛൻ കണ്ടുപിടിച്ച പേരാണ് മാഹിറോ. അപ്പൊ അതിന്റെ നമ്മളൊരു ഡിസ്ക്രിപ്ഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ആ വിന്നറിന്റെ ആ ഒരു പ്രാവീണ്യമുള്ളവൻ എന്ന് പറയുന്ന വിന്നറിന്റെ പേര് മാത്രമല്ല, ആ ഒരു പ്രോഗ്രാം, എന്റെ പ്രോഗ്രാമിന് ദ കംപ്ലീറ്റ് ചാലഞ്ച് എന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങളുടെ 40 ക്വസ്റ്റ്യൻ ആയിരുന്നു. കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ടായിരുന്നു. ഈ വർഷം ഈ ദിവസങ്ങളിൽ ഇപ്പോ നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസ് തന്ന് നിങ്ങളുടെ മത്സരങ്ങൾ തുടങ്ങും. ഓക്കെ, താങ്ക് യു. ഈ പ്രകാശനം ഇന്ന് നടന്നു. നമ്മുടെ ഈ ക്വിസ് പ്രോഗ്രാമിന്റെ പേര് മാഹിറോ. ഞാൻ നേരത്തെ അതിന്റെ ഡിസ്ക്രിപ്ഷൻ പറഞ്ഞതിനകത്ത് ഒരു ചെറിയ ചേഞ്ച് ഉണ്ട്. മാഹിറോ എന്ന് പറഞ്ഞാൽ പ്രാവീണ്യമുള്ളവൻ, കോമ്പീറ്റന്റ് എന്നാണ്. അപ്പൊ നമ്മൾ ആ പ്രോഗ്രാമിന് മുഴുവനായിട്ടിരിക്കുന്ന പേര് ദ കോമ്പീറ്റന്റ് ചാലഞ്ച്. അപ്പൊ അത് ഇന്ന് ഇവിടെ ആരംഭിക്കുകയാണ്. കഴിഞ്ഞ 4 ആഴ്ചകളായിട്ട് നിങ്ങൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ്, അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ചോദ്യങ്ങൾ വരുന്നത്. കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ തന്നെ ഓരോ ഗ്രൂപ്പിലെ ടീച്ചേഴ്സിനോട് ഞാൻ പറയണം, കുട്ടികൾ എപ്പോഴും പഠിച്ചുകൊണ്ടും മൊബൈൽ നോക്കിക്കൊണ്ടും ഇരിക്കുകയാണ്. അവരുടെ കയ്യിൽ നിന്ന് അതെടുത്ത് മാറ്റുക. ഇത് മത്സരത്തിന്റെ സമയമാണ്. അപ്പം കഴിഞ്ഞ ആഴ്ച നമ്മൾ ഓരോ ഗ്രൂപ്പിൽ നിന്നും കുട്ടികളെ തിരിച്ചായിരുന്നു, 3 പേരെ ചൂസ് ചെയ്തായിരുന്നു. ആ ഓരോ ഗ്രൂപ്പിൽ നിന്നുമുള്ള 3 പേർക്ക് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരാം. ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി, ഇതിന്റെ റൂൾസ് ഒന്നുകൂടി ഓർപ്പിക്കുകയാണ്. ഈ ഓരോ ഗ്രൂപ്പിൽ നിന്നും ചൂസ് ചെയ്തിരിക്കുന്ന 3 പേരിൽ നിന്നും നമ്മൾ ലോട്ടിട്ട് ഒരാളെ ചൂസ് ചെയ്യും. ആ ആളായിരിക്കും ഇന്നത്തെ മത്സരാർത്ഥി. ആ ആളോടായിരിക്കും ബേസിക്കലി ചോദ്യം ചോദിക്കുന്നത്. ഇനി ആ ആൾക്ക് ഉത്തരം പറയാൻ അറിയത്തില്ല എങ്കിൽ കൂട്ടത്തിലുള്ള ബാക്കി ചൂസ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ടീമിലുള്ള 2 പേരോട് ചോദിക്കാം. അവർക്കും അറിയത്തില്ലെങ്കിലാണ് ഗ്രൂപ്പിൽ പറഞ്ഞിരിക്കുന്ന 2 ഓപ്ഷൻസ് പറഞ്ഞിട്ടില്ലേ, നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ഫോൺ എ ഫ്രണ്ട്. ആ ഫോൺ എ ഫ്രണ്ട് ഓരോ ഗ്രൂപ്പിനും ഉള്ളവരെ നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. അവരിലേക്ക് ആ ക്വസ്റ്റ്യൻ പോകുന്നതായിരിക്കും. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ടീമിൽ വന്നിരിക്കാത്ത നിങ്ങളുടെ ബാക്കി ഗ്രൂപ്പ് മെമ്പേഴ്സിനോട് നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, ഒരു ക്വസ്റ്റ്യന് നിങ്ങൾ ഒരു ഓപ്ഷൻ എടുത്തെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ പിന്നീടില്ല. അതായത് ഒരു തവണ നിങ്ങൾ ഫോൺ എ ഫ്രണ്ട് എടുത്താൽ ഈ ഇത്രയും ചോദ്യങ്ങൾ ചോദിച്ചു വരുമ്പോൾ അടുത്ത ചോദ്യം ചോദിക്കുമ്പോഴും എന്നാൽ ആ ഫ്രണ്ടിനോട് തന്നെ ചോദിച്ചേക്കാം എന്ന് വെച്ചാൽ അത് പോസിബിൾ അല്ല, നടക്കത്തില്ല. ഈ എൻറ്റയർ ക്വിസ് പ്രോഗ്രാമിൽ ഒറ്റ തവണ മാത്രമേ നിങ്ങൾക്ക് ഫോൺ എ ഫ്രണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ബാക്കിയുള്ള ഓപ്ഷൻ ഏതാ? ഗ്രൂപ്പ് മേറ്റ്സിനോട് ചോദിക്കാന്നുള്ളതാണ്. ഓക്കെ, ടീം മേറ്റ്സിന് പറ്റത്തില്ലെങ്കിൽ, അതാ ഞാൻ പറഞ്ഞത്, ആദ്യം മത്സരാർത്ഥി, പിന്നെ നിങ്ങൾ ബാക്കി 2 പേരോട് നോക്കി ചോദിക്കുന്നു. അവർക്കും അറിയത്തില്ലെങ്കിൽ ഫോൺ എ ഫ്രണ്ട് എന്നുള്ള ഓപ്ഷൻ കഴിഞ്ഞാൽ പിന്നെയുള്ളത് ഗ്രൂപ്പിലുള്ള ബാക്കി കുട്ടികളോട് ചോദിക്കാന്നുള്ളതാണ്. ഓക്കെ, ആ ഓപ്ഷൻ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇല്ല, അതും കഴിഞ്ഞു. ഓപ്ഷൻസ് നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും, ഗ്രൂപ്പിലുള്ളവർക്ക് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് തീരുമാനിക്കാം. പക്ഷേ ഓപ്ഷൻസ് അവിടെ കഴിയും. ചുരുക്കം പറഞ്ഞാൽ 20 ക്വസ്റ്റ്യൻസിനിടയ്ക്ക് നിങ്ങൾക്ക് ഈ ഓപ്ഷൻസ് എടുക്കാനുള്ള എന്താ പറയുന്നത് ചാൻസ് എന്ന് പറയുന്നത് 2 തവണയേ ഉള്ളൂ. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ തന്നെ ഉത്തരം പറയാനായിട്ട് നോക്കുക. ചെറിയ ചെറിയ ചോദ്യങ്ങൾക്ക് ഓപ്ഷൻസിലേക്ക് പോകാതിരിക്കുക കേട്ടോ. അപ്പം അവനെ എപ്പോഴും എടുത്താൽ വലിയൊരു ചോദ്യം വരുമ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻ എടുക്കാനുള്ള ആ ചാൻസ് ഉണ്ടാവില്ല. ഇനി മാർക്കിന്റെ കാര്യം, ആദ്യം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ യഥാർത്ഥത്തിൽ വരുന്ന ഗ്രൂപ്പിലെ മത്സരാർത്ഥി തന്നെ ഉത്തരം പറയുകയാണെങ്കിൽ 10 പോയിന്റ്. പിന്നെ മത്സരാർത്ഥി പറഞ്ഞാൽ 10 പോയിന്റ്. കൂടുതലുള്ള ടീമിലുള്ള ആ 2 പേരാണ് പറയുന്നതെങ്കിൽ 5 പോയിന്റ്. ഓപ്ഷൻസ് എടുത്ത് ഉത്തരം വന്നാലും 5 പോയിന്റ്. ടീമേറ്റിലുള്ളവർ പറഞ്ഞാലും ഗ്രൂപ്പ് പറഞ്ഞാലും ഫോൺ എ ഫ്രണ്ട് പറഞ്ഞാലും 5 പോയിന്റ്. ഇനി ഇത് പാസ് ചെയ്തു വരുന്ന ചോദ്യമാണെങ്കിൽ പാസ് ചെയ്തു വരുന്ന ആ മത്സരാർത്ഥിയോട് ചോദിക്കുന്ന ചോദ്യത്തിന് 5 പോയിന്റ്. ആ മത്സരാർത്ഥിയുടെ കൂടെയുള്ള ടീമേറ്റ്സ് ആണ് ഉത്തരം പറയുന്നതെങ്കിൽ 2.5. അവിടെ പാസ് ചെയ്തു വരുന്ന ചോദ്യത്തിന് ഫോൺ എ ഫ്രണ്ട് ഓപ്ഷനും ഇല്ല, ഗ്രൂപ്പിലെ കുട്ടികളോട് ചോദിക്കാനുള്ള ഓപ്ഷനും ഇല്ല.
ഈ പറഞ്ഞ ഓപ്ഷൻസ് ഇല്ല. നിങ്ങളുടെ ടീംമേറ്റ്സിൽ മാത്രം നിൽക്കും. ക്ലിയർ ആണല്ലോ? 5 പോയിന്റ് മത്സരാർത്ഥി തന്നെ ഉത്തരം പറഞ്ഞാൽ ടീംമേറ്റ്സ് ആണ് പറയുന്നതെങ്കിൽ 2.5 പോയിന്റ്. ക്ലിയർ ആണല്ലോ? ആർക്കും ഡൗട്ട് ഇല്ല എന്ന് വിചാരിച്ചുകൊണ്ട് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുകയാണ്. അതിന് മുമ്പ് നമ്മൾ ഓരോ ഗ്രൂപ്പിൽ നിന്നും ഈ 3 പേരിൽ നിന്നും ആരാണ് ഇന്നത്തെ മത്സരാർത്ഥിയായിട്ട് വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ലോട്ട് ഇടുവാണ്. ഗ്രൂപ്പ് എയിൽ നിന്നും ഒരാൾ വരിക. ഗ്രൂപ്പ് എയിൽ നിന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഏഞ്ചല, അസ്ജിൻ, സെറ. അതിൽ ഒരാൾ വരിക. ഇതാണ് ഗ്രൂപ്പ് എയുടെ 3 ഓപ്ഷൻസ്. അതിലേതെങ്കിലും പ്രസ് ചെയ്തു. പഠനത്തിലും പാഠ്യേതര വിഷയങ്ങളിലും മികവ് പുലർത്തുന്ന ഒരു കുട്ടിയാണ്. പിതാവ് IT മേഖലയിൽ ജോലി ചെയ്യുന്നു. ചുറ്റിനും ഒരു പറ്റം കുട്ടികളുടെ അകമ്പടിയോടെ അല്ലാതെ ഈ വ്യക്തിയെ നമുക്ക് കാണാൻ കഴിയില്ല. സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം എ ഗ്രൂപ്പിൽ നിന്നും ഇന്നത്തെ നമ്മുടെ മത്സരാർത്ഥി സേറ എൽസ സാജു. സേറയ്ക്ക് മുമ്പോട്ട് കടന്നിരിക്കുക. അടുത്തത് ഗ്രൂപ്പ് ബിയിൽ നിന്നും അന്ന, ഷോൺ, ആൻഡ്രിയ. ഒരാൾക്ക് വരാം. ലോഡ് എടുക്കാം. ഒരു സൺഡേ സ്കൂൾ അധ്യാപികയുടെ മകനാണ്. കലപില പറഞ്ഞ് നടക്കുന്ന പെങ്ങളുടെ അധികം സംസാരിക്കാത്ത ചേട്ടനാണ്. മർദ്ദന ശുശ്രൂഷയിൽ മുടക്കം വരുത്താത്ത ഇന്നത്തെ നമ്മുടെ മത്സരാർത്ഥി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഗ്രൂപ്പ് ബിയിൽ നിന്നും ഷോൺ. ഇന്നത്തെ നമ്മുടെ മത്സരാർത്ഥികൾ മുമ്പോട്ട് കടന്നിരിക്കാം. ഗ്രൂപ്പ് എയിൽ നിന്നും സേറ എൽസ സാജു, ഗ്രൂപ്പ് ബിയിൽ നിന്നും ഷോൺ അനീഷ്. ചോദ്യങ്ങൾ ആരംഭിക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം ടീം എയോടാണ്. ക്രൂശിൽ കിടന്ന് യേശു നിലവിളിച്ചതെന്ത്? ഉത്തരം കറക്റ്റ് ആണ്. രണ്ടാമത്തെ ചോദ്യം ഗ്രൂപ്പ് ബിയോടാണ്. യേശു അത്തിയെ ശപിച്ചത് എവിടെ വെച്ചാണ്? ഉത്തരം കറക്റ്റ് ആണ്. ഗ്രൂപ്പ് എയോട് ബോവനേർഗസ് എന്ന വാക്കിന്റെ അർത്ഥം എന്ത്? ഉത്തരം കറക്റ്റ് ആണ്. നാലാമത്തെ ചോദ്യം പുതിയ നിയമത്തിലെ ആദ്യത്തെ ചോദ്യം ഏതാണ്? കറക്റ്റ്. അടുത്ത ചോദ്യം യേശുവിന്റെ മരണത്തിന് ദൃക്സാക്ഷികളായിരുന്ന 3 സ്ത്രീകളെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ഒരാള് യാക്കോബിന്റെയും യോസയുടെയും അമ്മയായ മറിയ ആയിരുന്നു. ആരായിരുന്നു ബാക്കി 2 പേർ? കറക്റ്റ് ആണ്. അടുത്ത ചോദ്യം യേശുവിനെ കുറിച്ച് പീലാത്തോസ് പുരുഷാരത്തോട് പറഞ്ഞതെന്താണ്? യേശുവിന്റെ വിചാരണ സമയത്ത് പീലാത്തോസ് പുരുഷാരത്തോട് പറഞ്ഞത് എന്താണ്?
ഷോൺ പാസീവ് ആണോ? ഷോണിന്റെ ഓപ്ഷൻസ് അങ്ങോട്ടാണ്. നിങ്ങൾ കൊണ്ടോ ആൻസർ? കുറച്ചുകൂടി വ്യക്തമാക്കി പറയാമോ? ഒന്നുകൂടി പറഞ്ഞ് പോയിന്റ് എടുത്ത ടീച്ചർക്ക് കേൾക്കാനായിട്ട്. ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല, നിങ്ങൾ തന്നെ നോക്കിക്കൊള്ളുവിൻ എന്നാണ് പറഞ്ഞത്. ടീച്ചർ അതിനുള്ള മാർക്ക് തന്നോ? അടുത്ത ചോദ്യം ടീം എയോടാണ്. ധനികനായ യൗവനക്കാരൻ യേശുവിനോട് ചോദിച്ച ചോദ്യം എന്തായിരുന്നു അവന്റെ സംശയം? ഒരു ധനികനായ യുവാവ് യേശുവിനോട് വന്ന് ഒരു സംശയം ചോദിച്ചു. ആ സംശയം എന്തായിരുന്നു? ഇത്രമില്ലെങ്കിൽ പാസ് ചെയ്യണേ. സ്വർഗരാജ്യം പ്രാപിക്കാത്തതിന് ഞാൻ എന്ത് ചെയ്യേണ്ടു? നിത്യജീവനെ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം അടുത്ത ചോദ്യം ടീം ബിയോടാണ്. നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്നും വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ, ഇത് ആര് ആരോട് പറഞ്ഞു? ഉത്തരം ശരിയാണ്. അവിടെ 5 പോയിന്റ്. അടുത്ത ചോദ്യം ടീം എയോടാണ്. അക്കൽദാമ ബൈബിളിൽ കാണുന്ന ഒരു പേരാണ്. എന്താണ് ഇതിന്റെ മലയാള വ്യാഖ്യാനം? രക്തനില. ഇത്തരം കറക്റ്റാണ്. ടീം ബിയോടാണ് ചോദ്യം. എന്തുകൊണ്ടാണ് രക്തനിലം എന്ന പേര് വന്നത്? യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ് 30 വെള്ളിക്കാശ് കൊണ്ട് വാങ്ങിയ നിലമാണത്, അല്ലെ? എന്താണ് അതിന്റെ പുറകിലുള്ള ഒരു സാങ്കത്യം? എന്തുകൊണ്ടാണ് ഇതിനെ രക്തനിലം എന്ന് വിളിക്കുന്നത്? കുറച്ചുകൂടി വ്യക്തമാക്കി നിങ്ങളിത് ആര് മേടിച്ച നിലം അല്ലെങ്കിൽ അതിന്റെ പുറകിലുള്ള കാര്യം പറഞ്ഞു. എന്താണ്, എന്തുകൊണ്ടാണ് ആ പേര്? യൂദ തൂങ്ങി മരിച്ചതുകൊണ്ടല്ല. യൂദായുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇനി നിങ്ങൾക്ക് പാസ് ചെയ്യാം വേണമെങ്കിൽ.
നിങ്ങൾക്ക് ഓപ്ഷൻസ് എടുക്കുകയോ എടുക്കാതിരിക്കുകയോ ചെയ്യാം. എടുക്കണം എന്നുള്ളത് മസ്റ്റ് അല്ല. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പാസ് ചെയ്യാം, ക്വിറ്റ് ചെയ്യാം. അധിക സമയം എടുക്കല്ലേ. ആര് വാങ്ങിയ നിലം എന്നല്ലായിരുന്നു ചോദ്യം. അങ്ങനെയാണെങ്കിൽ ഉത്തരം കറക്റ്റ് ആയിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് വിളിച്ചത്? രക്തനിലം. നിങ്ങളുടെ ഉത്തരം, നിങ്ങൾ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ആൻസേഴ്സിന് വേണ്ടിയിട്ട് ഓപ്ഷൻസ് എടുക്കുവാണോ അവർക്ക് പാസ് ചെയ്യുവാണോ? ഓപ്ഷൻസ് എടുക്കുക. ഓക്കെ, ഏത് ഓപ്ഷനാ? ഫോൺ എ ഫ്രണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പിനോട് ചോദിക്കും. ഫോൺ എ ഫ്രണ്ട്. ഗ്രൂപ്പ് ബിയുടെ ഫോൺ എ ഫ്രണ്ട്. വെള്ളിക്കാശ് കൊണ്ട് വാങ്ങിയ സ്ഥലമായിരുന്നു അത്. അതുകൊണ്ടാണ് അതിന് അക്കൽഗ്രാമ എന്ന പേര് വന്നത്. ഇതേ ഉത്തരം തന്നെയാണ് ഇവിടെ ഗ്രൂപ്പ് ബിയിലെ മത്സരാർത്ഥി പറഞ്ഞത്. ഇത് കുറച്ചും കൂടി ഒന്ന് വ്യക്തമാക്കാവോ? ഇത് നമ്മളൊരു സ്ഥലത്തിന് ഒരിക്കലും രക്തനിലം എന്ന് പേരെടുത്തില്ലല്ലോ. യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ വിലയായിട്ടാണ്. അതാണ് ഉത്തരം. താങ്ക് യു. പാസ് ക്വസ്റ്റ്യൻ ആണ് അല്ലല്ലോ. അഞ്ച് പോയിന്റ്. അപ്പൊ ആ പേര് വരാനായിട്ട് കാരണം ആര് വാങ്ങിച്ചു എന്നതിലോ ഒന്നുമല്ല. ആ സ്ഥലത്തിന് നമ്മളൊരു സ്ഥലം മേടിച്ചാൽ വില കൊടുക്കണം. ഇതിന്റെ വില എന്തായിരുന്നു? യേശുക്രിസ്തുവിന്റെ ജീവന്റെ വിലയായിരുന്നു, രക്തത്തിന്റെ വിലയായിരുന്നു. ഓക്കെ, അടുത്ത ചോദ്യം ഗ്രൂപ്പ് എയോടാണ്. എവിടെ വെച്ചാണ് ഒരു സ്ത്രീ യേശുവിന്റെ തലയിൽ പരിമള തൈലം ഒഴിച്ചത്? ആരുടെ വീട്ടിൽ വെച്ചു? എന്തായിരുന്നു ആ കുഷ്ഠരോഗിയുടെ പേര്? ബഥാനിയിലെ കുഷ്ഠരോഗിയുടെ വീട്ടിൽ വെച്ച് എന്നുള്ളത് ഉത്തരം കൊടുക്കാം. നമുക്ക് മാർക്ക് കൊടുക്കാവുന്നതാണ്. എന്നാൽ ആ കുഷ്ഠരോഗിയുടെ ഷീമോൻ. അപ്പൊ ബഥാനിയിലെ കുഷ്ഠരോഗിയായ ഷീമോന്റെ വീട്ടിൽ വെച്ചായിരുന്നു 10 പോയിന്റ്. ഗ്രൂപ്പ് ബിയോടാണ് അടുത്ത ചോദ്യം. പരീശന്മാരും ശാസ്ത്രിമാരും പതാരം കൊടുക്കുന്നതായി യേശു പറഞ്ഞ വസ്തുക്കളിൽ ഒന്ന് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ജീരകമായിരുന്നു. ബാക്കി 2 ഏതൊക്കെയായിരുന്നു? ചതകുപ്പ, തുളസി, ചതകുപ്പ. യേശു ഒരിക്കല് ശിഷ്യന്മാരെ ഒരു കഴുതയെ അന്വേഷിച്ചു വിട്ടായിരുന്നു. എപ്പോഴാണെന്നൊക്കെ നിങ്ങൾക്കറിയാം. എങ്ങോട്ടേക്കാണ്, എവിടെ നിന്നാണ് വിട്ടത്? യേശു ശിഷ്യന്മാരെ കഴുതയെ അന്വേഷിപ്പാൻ വേണ്ടിയിട്ട് അയച്ചത് എവിടെ നിന്നാണ്? ആ സ്ഥലത്തിന്റെ പേരാണ് ബെത്ഫാഗ അല്ല, ബെത്ഫഗ. ബെത്ഫഗ. പിന്നെ അടുത്ത ചോദ്യം, ദൈവരാജ്യത്തിൽ തന്റെ മക്കളിൽ ഒരുവൻ കർത്താവിന്റെ വലത്തും ഒരുത്തൻ ഇടത്തും ഇരിപ്പാൻ അരുളി ചെയ്യണം എന്ന് പറഞ്ഞ മാതാവ് ആരാണ്? കറക്റ്റ്. അൽഫായുടെ മകൻ യേശുവിന്റെ ശിഷ്യനായിരുന്നു. എന്താണ് ആ മകന്റെ പേര്? അടുത്ത ചോദ്യം ഗ്രൂപ്പ് ബിയോടാണ്. ആ ഉത്തരം കറക്റ്റ് ആണ്. ഗ്രൂപ്പ് ബിയോടാണ് അടുത്ത ചോദ്യം. മറ്റൊരു യാക്കോബും യേശുവിന്റെ ശിഷ്യഗണങ്ങളിൽ ഉണ്ടായിരുന്നു. അത്
ഏത് യാക്കോബ് ആരുടെ മകനാണ്? അതാണ് ഇപ്പൊ പറഞ്ഞത്. സെബദിയുടെ മകനാണ്. ഇനി വരുന്ന 4 ചോദ്യങ്ങള് ആദ്യത്തെ ചോദ്യം നിങ്ങളോടാണ്. കോട്ടയം ഭദ്രാസനത്തിന്റെ ഇപ്പോഴത്തെ സൺഡേ സ്കൂൾ ഡയറക്ടർ ആരാണ്? കോട്ടയം ഭദ്രാസനത്തിന്റെ ഇപ്പോഴത്തെ സൺഡേ സ്കൂൾ ഡയറക്ടർ ആരാണ്? നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പിന് പാസ് ചെയ്യാം. ആ ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ഇതുവരെ ഓപ്ഷൻസ് എടുത്തിട്ടില്ലല്ലോ. ഓപ്ഷൻ എടുക്കല്ലേ? നിങ്ങൾ എടുക്കുവാണോ? ഓപ്ഷൻ എടുക്കുവാണോ? മത്സരാർത്ഥി പറയുവാണോ? ടീംമേറ്റ് പറയുവാണോ? ഗ്രൂപ്പ്മേറ്റ് പറയുവാണോ? എന്താ നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്? നിങ്ങൾ ഏത് ഓപ്ഷൻ എടുക്കുവാണോ? ഏത്? ഫോൺ ഫ്രണ്ട് ഉണ്ട്, നിങ്ങൾക്ക് ഗ്രൂപ്പ് ഉണ്ട്. ഫോൺ ഫ്രണ്ട്. ഹലോ, കൊച്ചമ്മ കേൾക്കാവോ? ഹലോ, കൊച്ചമ്മ കേൾക്കാവോ? ഞാൻ സൺഡേ സ്കൂളിലെ ക്വിസ് മത്സരം നടത്തുകയാണ്. ഗ്രൂപ്പ് എയുടെ ഫോൺ ഫ്രണ്ടാണ് കൊച്ചമ്മ. അവർക്കൊരു ഡൗട്ട് ഉണ്ട്, ചോദിക്കുവാണ്. കോട്ടയം ഭദ്രാസനത്തിലെ സൺഡേ സ്കൂളിന്റെ ഇപ്പോഴത്തെ ഡയറക്ടർ ആരാണ്? ആക്ച്വലി കൊച്ചമ്മയെക്കാട്ടി നന്നായിട്ട് ഇവിടെയുള്ള കുട്ടികൾക്ക് പറയാമായിരുന്നു. എന്തിനാണ് കൊച്ചമ്മയുടെ ഓപ്ഷൻ എടുക്കാൻ എനിക്കറിയത്തില്ല. ഓക്കെ കൊച്ചമ്മ, കൊച്ചമ്മ ട്രൈ ചെയ്യുന്നോ ആൻസർ? ഓക്കെ, താങ്ക് യു. പിന്നെയാണോ? ഓക്കെ, അതൊരു ഉത്തരം കിട്ടി. ഡോക്ടർ വർഗീസ് വർഗീസ്. അടുത്ത ആൾക്ക് പാസ് ചെയ്യുവാണ്. ആ ഉത്തരം വിജയകരമായി തെറ്റിപ്പോയതുകൊണ്ട് ഗ്രൂപ്പ് ബിക്ക് പാസ് ചെയ്യുകയാണ്. ആരാണ് കോട്ടയം ഭദ്രാസനത്തിന്റെ സൺഡേ സ്കൂൾ ഡയറക്ടർ? ശ്രീ വിനോദ് എം സക്കറിയ. പാസ് ചെയ്തു വന്ന ചോദ്യമാണ്. 5 മാർക്ക്. സോറി, ടീംമേറ്റ് ആണ് പറഞ്ഞത്. 2.5. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം. അടുത്ത ചോദ്യം നിങ്ങളോടാണ്. സഖേർ എന്ന തൂലികാ നാമത്തിൽ പുസ്തകങ്ങൾ രചിച്ച ഒരു വൈദികൻ നമുക്കുണ്ടായിരുന്നു. ഇന്ന് നിങ്ങളോടുള്ള ചോദ്യം കേട്ടായിരുന്നോ? സഖേർ എന്ന തൂലികാ നാമത്തിൽ പുസ്തകങ്ങൾ രചിച്ച ഒരു വൈദികൻ നമുക്കുണ്ടായിരുന്നു. ഇന്ന് അദ്ദേഹം മലങ്കര സഭയുടെ ഒരു മെത്രാപ്പൊലീത്തയാണ്. ഇടുക്കി ഭദ്രാസനാധിപനായ ആ തിരുമേനിയുടെ പേരെന്ത്? തിരുമേനി ആയി കഴിഞ്ഞുള്ള പേരാ ചോദിക്കുന്നത്. പുറത്തിറങ്ങി കഴിയുമ്പോ തല്ലരുത് കേട്ടോ. ഒരു കംപ്ലീറ്റ് ആൻസർ ഉണ്ടോ? നിങ്ങൾക്കുണ്ടോ? നിങ്ങൾക്കുണ്ടോ? അതിന്റെ ബാക്കി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ? സക്കറിയ അടുത്ത നിങ്ങളോടുള്ള ചോദ്യമാണ്. വിശുദ്ധ കുർബാന ചൊല്ലുന്ന പട്ടക്കാരൻ ഉപയോഗിക്കുന്ന പുസ്തകത്തെ എന്ത് വിളിക്കുന്നു?
ആരാ പറഞ്ഞത്? അവിടെ ഗ്രൂപ്പിൽ നിന്ന്. അപ്പൊ നിങ്ങൾ പറയണേ ആൻസർ കേട്ടോ. ടപ്സ അല്ലേ? ടപ്സ പാസ് ചെയ്ത് വന്ന ക്വസ്റ്റ്യൻ അല്ലല്ലോ. 5 പോയി. ലാസ്റ്റ് ചോദ്യം ഗ്രൂപ്പ് ബിയോടാണ്. നമ്മൾ വിശുദ്ധ കുമ്പസാരം നടത്താത്തപ്പോൾ ഇവിടെ വന്ന് ഹൂസോയോ പ്രാപിക്കാറുണ്ട് അല്ലേ? എന്താണ് ഹൂസോയോ? ഹൂസോയോ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? പാപപരിഹാര പ്രാർത്ഥന. ഇത്തരം കണക്കാണ്. അതോടുകൂടി മാഹിബ്രോയുടെ ഫസ്റ്റ് എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകും. ഇന്നത്തെ നമ്മുടെ പോയിന്റ് നില പറഞ്ഞതിന് ശേഷം ഇന്നത്തെ വിജയിക്ക് നമ്മുടെ രാജ് ടീച്ചർ വക ഒരു സമ്മാനം ഉണ്ടായിരിക്കുന്നതാണ്. ഇന്നത്തെ നമ്മുടെ മാഹിക വളരെ സന്തോഷവും വളരെ വാശിയേറിയ മത്സരവുമായിരുന്നു. നമ്മുടെ ആദ്യത്തെ മത്സരത്തിൽ ഗ്രൂപ്പ് എക്ക് 80 പോയിന്റാണ് കിട്ടിയത്. ഗ്രൂപ്പ് ബി 82.5. ഒന്നാം സമ്മാനം നേടിയിരിക്കുന്നത് ഗ്രൂപ്പ് ബി. ഈ ഗ്രൂപ്പ് ബിക്കുള്ള സമ്മാനം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട രാജ ടീച്ചറിനെ ക്ഷണിക്കുകയാണ്.